നിന്റെ സ്വപ്നങ്ങൾക്ക് ഇന്ന് കൂടെ നിൽക്കാൻ ആരുമില്ലെങ്കിലും നിന്റെ കണ്ണുനീര് കാണുന്ന ദൈവം നിന്നെ മാനിച്ചുയർത്തും. അതിനൊരു സമയമുണ്ട്. ദൈവം നിന്നെ അനുഗ്രഹിച്ചുയർത്തും കേട്ടോ. എൻ്റെ പിന്നിൽ കാണുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഈ ഈഫൽ ടവർ, ഈ ഐക്കോണിക് മോണുമെൻറ്റ് പണിയുവാൻ ഗുസ്റ്റാഫ് ഈഫൽ എന്ന് പറഞ്ഞ മനുഷ്യൻ ആ ഒരു പ്രോജക്റ്റുമായിട്ട് മുൻപോട്ട് വരുന്ന സമയത്ത് ഒരൊറ്റ മനുഷ്യൻ ആ സ്വപ്നത്തിന് സപ്പോർട്ടായിട്ട് വന്നില്ല. എല്ലാവരും അദ്ദേഹത്തെ നിരസിച്ചു, നിരാകരിച്ചു, റിജക്റ്റ് ചെയ്തു. വലിയൊരു പെയിൻഫുൾ മൊമെൻ്റ് ആയിരുന്നു. കാരണം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഓർത്ത ഒരു കാര്യത്തെ എല്ലാവരും റിജക്റ്റ് ചെയ്യുകയും ഈ രാജ്യത്തിന് തന്നെ അതൊരു അപമാനമായി തീരുമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തപ്പോൾ ആ മനുഷ്യൻ വല്ലാത്തൊരു റിജക്ഷനിലൂടെ കടന്നു പോയെങ്കിലും അദ്ദേഹം പ്രതീക്ഷ കൈവിട്ടില്ല, സ്വപ്നങ്ങൾ കൈവിട്ടില്ല. അദ്ദേഹം വിശ്വാസത്തോടെ മുൻപോട്ട് പോയി. തളർന്ന ആ മനുഷ്യൻ്റെ ഇൻസ്പയറിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് നമ്മുടെ പിന്നിൽ കാണുന്നത്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു ഈഫൽ ടവറിൻ്റെ പിന്നിലെ ആ ഒരു ഇൻസ്പയറിങ് സ്റ്റോറി. ഗുസ്റ്റാഫ് ഈഫൽ എന്നുള്ള ആ വ്യക്തിയുടെ പേര് തന്നെയാണ് ഈ ടവറിന് ഇട്ടേക്കുന്നത്, ഈഫൽ ടവർ. ഇന്ന് എത്ര തകർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിലും ദൈവത്തിന് നിന്നെ വളർത്തുവാൻ പറ്റും, സഹായിക്കുവാൻ പറ്റും. ഈശോയിൽ വിശ്വസിച്ച ഒരു മകനാണ് ഗുസ്റ്റാഫ് ഈഫൽ. ഈശോയിൽ വിശ്വസിച്ച മക്കളെയൊക്കെ, ജീവിത പങ്കാളി മക്കളൊക്കെ വിശ്വാസത്തിൽ കർത്താവിനെ മുറുകെ പിടിച്ച ഒരു ഫാമിലിയാണ്. ഒരു എഞ്ചിനീയർ, സാധാ ഒരു എഞ്ചിനീയർ ആ വ്യക്തിക്ക് ദൈവം കൊടുത്തൊരു പ്രചോദനം, ഉള്ളിൽ കൊടുത്തൊരു ആഗ്രഹമാണ് ഈ ഒരു ടവർ പണിയുക എന്നുള്ളത്. ആ കാലഘട്ടത്തിൽ അന്ന് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും ലഭിക്കാതിരുന്നിട്ടും സ്വയമേ ഡിസൈഡ് ചെയ്ത് ആ സ്വപ്നത്തിന് വേണ്ടി സിംഗിൾ ഹാൻഡഡ്ലി ആൾ മുൻപോട്ട് കാലെടുത്ത് വെച്ച് മുൻപോട്ട് പോയി. അങ്ങനെ പിന്നീട് അനേകരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിയുടെ വിഷൻ പൂവണിയുകയാണ്. നിനക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ, ഒരു സ്വപ്നമുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോവുക. അത് പൂവണിയും സാക്ഷാത്കരിക്കപ്പെടും. ചിലപ്പോൾ തടസ്സങ്ങളും പ്രതിസന്ധികളും റിജക്ഷൻസും ഒക്കെ ചുറ്റും വന്ന് നിൽക്കുമ്പോൾ ഗിവപ്പ് ചെയ്യരുത്. ദൈവം ഇത് നമ്മളോട് ഈ ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറി നമുക്ക്, ഗുസ്റ്റാഫ് ഈഫലിൻ്റെ ആ സ്റ്റോറി നമുക്ക് നൽകുന്ന ഒരു ലെസൺ. ഗിവപ്പ് ചെയ്യാൻ ചിലപ്പം തോന്നും, ചിലപ്പം പലരും ഗിവപ്പ് ചെയ്ത് പോയ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഗിവപ്പ് ചെയ്യാതെ മുൻപോട്ട് പോകണമെങ്കിൽ അതും ദൈവത്തിൻ്റെ ഒരു കരുണയും കൃപയാണ്. ആർക്കും വിശ്വാസമില്ലാതിരിക്കുമ്പോഴും നമുക്കുള്ള നമ്മുടെ ദർശനത്തെ, ആ വിഷനെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോവുക എന്നുള്ളത്. ഈവൻ ക്രിസ്ത്യൻ ലൈഫും അത്തരത്തിലുള്ള വിശ്വാസ യാത്രയാണ്. മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്ത യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ആ ജീവിതയാത്ര. അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ആ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടട്ടെ. ആമേൻ.